ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരും വിശേഷം? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇത് നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള പയറാണ് കേട്ടോ. 2 പ്രാവശ്യമെല്ലാം ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ വീണ്ടും ഉണ്ടായോണ്ടിരിക്കുന്നുണ്ട്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സമയത്ത് മെഡിസിൻ പോലെ തന്നെ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ഭക്ഷണ രീതി. ഭക്ഷണത്തിൽ ശരീരത്തിന് വേണ്ട എല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഒരു സമീകൃത ആഹാരം തന്നെ ശീലമാക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ബ്രോക്കോളി മഷ്റൂം വെച്ചിട്ടുള്ള ഒരു സൂപ്പാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പീസ് വലിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ബ്രോക്കോളി മഷ്റൂം അതേപോലെ തന്നെ മല്ലിച്ചപ്പുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഒരു 2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ല ബട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും കേട്ടോ. അതിലേക്ക് പിന്നെ നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിന് കുറച്ച് പീസ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമുക്കൊന്നത് കുക്ക് ചെയ്തിട്ട് കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിൽ തന്നെ കുറച്ച് വെള്ളം വരും, എന്നാലും നമുക്ക് കുറച്ചുകൂടി ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ആഡ് ചെയ്യുക. ശേഷം ഇത് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രോക്കോളി മഷ്റൂമിൻ്റെ കുറച്ച് പീസില്ലേ, അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ടേസ്റ്റിനനുസരിച്ചിട്ട് എന്താണോ മല്ലിച്ചപ്പ് പുതിന എല്ലാം താല്പര്യമുള്ളവർക്ക് അതുകൂടെ യൂസ് ചെയ്യാം. എനിക്ക് സ്റ്റൊമക്കിൽ അസുഖമായതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് അങ്ങനെ എല്ലാം തന്നെ സൂപ്പാക്കി കുടിക്കുമ്പോൾ അത് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഞാൻ ശ്രമിക്കാമെന്നല്ലാതെ എനിക്ക് അത്രയും ടൈം എടുത്തൊക്കെ വേണം ഇത്തിരി ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അധികവും ഇങ്ങനെയാണ് ചെയ്യൽ. ഇത് ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം വേൾഡ് ക്യാൻസർ ഡേ ആണല്ലോ February 4th. അതിൻ്റെ ഭാഗമായിട്ട് February 2 കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ പ്രതീക്ഷൻ്റെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ പ്രതീക്ഷയിലെ മെമ്പറാണ്. അപ്പോൾ അതിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് കേട്ടോ. ക്യാൻസർ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ഇതുപോലെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇത്രയൊക്കെ ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും സമൂഹത്തിൽ ക്യാൻസറിനെ പറ്റിയിട്ട് തെറ്റായ ധാരണകൾ നിലനിന്ന് പോകുന്നുണ്ട് കേട്ടോ. ക്യാൻസർ രോഗം പിടിപെട്ടാൽ അവർക്കിനി ജീവിതമില്ല, മരണമാണ് എന്നെല്ലാം ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അതല്ലെങ്കിൽ ഇത് ഞാൻ പുറത്ത് പറഞ്ഞാൽ സമൂഹം എന്നെ എങ്ങനെ കാണും, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്നെ വിട്ടേച്ച് പോവോ, എൻ്റെ മക്കൾക്ക് നല്ലൊരു വിവാഹം വരുമോ എന്നെല്ലാം ചിന്തിച്ചിട്ട് രോഗം മറച്ച് വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ മോശമായ അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൽ സമൂഹത്തിന് ഒരുപാട് പങ്കുണ്ട് കേട്ടോ. കാരണം ഒരു ക്യാൻസർ രോഗി എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ അവരിങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളൊരു മുൻവിധി ഒരു ക്യാൻസർ രോഗിയുടെ മേലെ സമൂഹം അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് മാറി ചിന്തിക്കണം കേട്ടോ. ഇന്നിപ്പോൾ എല്ലാറ്റിനും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ധൈര്യമായിട്ട് രോഗത്തെ നേരിടുക. ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുള്ള രോഗം വന്നിട്ട് സുഖപ്പെട്ട് സാധാരണ ജീവിതം നയിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അവരിലേക്ക് നോക്കുക കേട്ടോ. ഉദ്ഘാടന പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ദേവഗിരി കോളേജിലെ കുട്ടികൾ അവതരിപ്പിച്ച മൈമിങ് ഉണ്ടായിരുന്നു കേട്ടോ. ലഹരിക്കെതിരായിട്ടുള്ള നല്ലൊരു മെസ്സേജ് തന്നെയായിരുന്നു അവർ പാസ് ചെയ്ത് പോയിട്ടുള്ളത്. ക്യാൻസറിനെ അതിജീവിച്ചവരായിട്ടും ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാം കണ്ടിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. ഞാനും ട്രീറ്റ്മെൻറ്റിലായതുകൊണ്ട് ഇപ്പോൾ പരിപാടിക്കൊന്നും പോകലില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് പോയി അവരെല്ലാം കാണാനും അവരോട് സംസാരിക്കാനെല്ലാം കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമായി. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പരിപാടി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ മാസ്കും സാനിറ്റൈസറൊക്കെ ആയിട്ട് ഒരു സൈഡിൽ നിന്നിട്ട് ശ്രദ്ധിച്ച് പരിപാടി വീക്ഷിക്കുക കേട്ടോ ചെയ്തേ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ധീരജ് പുതിയ നിരത്ത് സംവിധാനം ചെയ്ത ക്യാൻസർ ബോധവൽക്കരണ നാടകം ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു പരിപാടിയായിരുന്നു, നല്ലൊരു മെസ്സേജായിരുന്നു കേട്ടോ. ഒരുപാട് സമയം ചിന്തിച്ചും ചിരിപ്പിച്ചും അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. തിരിച്ചറിവ് എന്നായിരുന്നു കേട്ടോ നാടകത്തിൻ്റെ പേര്. എല്ലാവരും ഒന്നിനൊന്ന് മികച്ച അഭിനയമായിട്ടോ കാഴ്ചവെച്ചത്. രോഗം പിടിപെട്ടാൽ രോഗിക്ക് കൊടുക്കേണ്ട മാനസിക സപ്പോർട്ട് സമൂഹത്തിൽ നിന്നായാലും സന്നദ്ധ സംഘടനകളിൽ നിന്നായാലും എങ്ങനെയുള്ളതാണെന്നുള്ളത് ആ നാടകം തുറന്ന് കാട്ടിയിട്ടോ. ശരിക്കും നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതമാണ് അവരവിടെ വരച്ച് കാണിച്ചത്. അതിൻ്റെ കൂടെ തന്നെ സംയോജിത പിന്നണി ഗാനങ്ങൾ കൂടി കാണികൾക്ക് അവസാനം വരെ നാടകം കാണാനുള്ള ഉത്സാഹമായിട്ട് ഉണ്ടായേ.
ഭക്ഷണവും ശീലങ്ങളും അതേപോലെ ഫാസ്റ്റ് ഫുഡ്, വ്യായാമം, രോഗങ്ങൾ, നാട്ടുവൈദ്യം അങ്ങനത്തെ എല്ലാ മേഖലകളും മുഴുവനായിട്ട് നാടകത്തിൽ തുറന്ന് കാട്ടിയിട്ടുണ്ട് കേട്ടോ. പോരെങ്കിലോ ആരെങ്കിലും ഓതി തരുന്ന വെള്ളം എടുത്ത് കുടിക്കും. വൈദ്യശാസ്ത്രം മുന്നോട്ട് പോകുമ്പോ മനുഷ്യന്മാരൊക്കെ പിന്നോട്ടാ പോകുന്നത്. അച്ഛാ, ഞാനിതിനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. രോഗം ഒരു തെറ്റല്ല. തുടക്കത്തിൽ ചികിത്സിച്ചാൽ മാറാത്ത ഒരു രോഗം. ഈ വർഷത്തെ ക്യാൻസറിൻ്റെ തീം തന്നെ യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് കേട്ടോ. അത് ആ നാടകത്തിലുടനീളം അത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഈ നാടകത്തിലെ മെയിൻ കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച ഉഷ ചന്ദ്രബാബു എന്ന നായികയിലെ ജയ 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 ഹേ എന്ന സിനിമയിലെ അതിലെ നായികൻ്റെ അമ്മയായിട്ട് വേഷമിട്ട ആളായിരുന്നു കേട്ടോ. അവർ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നാളെ ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു ഡേ എന്താണെന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു. ക്യാൻസർ ഡേയോട് അനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് എല്ലാം ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നതിനോണ്ടാണ് വീഡിയോ ഡിലേ ആയത്. അപ്പോൾ ഇനി ഏത് രീതിയിലുള്ള വീഡിയോ എല്ലാം ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ അതേപോലെയുള്ള വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. നിങ്ങളുടെ ചുറ്റും ഇതേപോലെയുള്ള ഏതെങ്കിലും രോഗങ്ങളാൽ വിഷമിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഒന്ന് ഇടയ്ക്ക് പോയിട്ട് കാണണം കേട്ടോ. അവരുടെ കൂടെ കുറച്ച് സമയമെല്ലാം ചിലവഴിക്കുക. കാരണം ട്രീറ്റ്മെൻറ്റ് സമയത്തൊക്കെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കപ്പെട്ടവരായിരിക്കും പലരും. അപ്പോൾ അവരൊക്കെ ഒന്ന് കുറച്ച് സമയം ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അവർക്ക് ജീവിക്കാൻ പ്രേരണ നൽകുന്ന പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കൊടുക്കുക. നിനക്ക് രോഗം മാറും, നീ പഴയതിൽ ഉഷാറായിട്ട് തിരിച്ചു വരും, ഞങ്ങളെല്ലാം പ്രാർത്ഥനയുണ്ട് എന്നെല്ലാം പറയട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ രോഗിക്ക് നല്ല ആശ്വാസവും അതുപോലെ തന്നെ മുന്നോട്ടേക്ക് ജീവിക്കാനുള്ള ഒരു പ്രചോദനവും കൂടി ആവും കേട്ടോ. അതല്ല അവരുടെ അടുത്ത് പോയിട്ട് ഒന്ന് കരഞ്ഞിട്ട് അയ്യോ നിനക്ക് ഇങ്ങനെ ഒരു രോഗം വന്നല്ലോ എന്നെല്ലാം പറഞ്ഞ് അവരെ തളർത്തുന്ന രീതിയിലുള്ളൊരു വാക്കുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരാണ്ടിരിക്കണം കേട്ടോ. കാരണം ഒരു രോഗിക്ക് വേണ്ടത് സിമ്പതിയല്ല, അവർക്ക് മുന്നോട്ടേക്ക് ജീവിക്കണം. അതിന് അവർക്കുള്ളൊരു പോസിറ്റീവ് എനർജിയാണ്. അതാണ് കേട്ടോ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കേണ്ടത്. നമുക്ക് ആർക്കും എല്ലാവരെയും സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ നമ്മുടെ വാക്കുകളുണ്ടല്ലോ, അത് മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കും. പക്ഷേ ഇന്നൊന്ന് ചേർത്ത് പിടിച്ച, ഇന്നൊന്ന് കൂട്ടി പിടിച്ച ഞാൻ നന്നാവേനു. ഇന്നൊന്ന് ചേർത്ത് പിടിച്ചൂടെ? ഈ നാടകത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലധികം മ്യൂസിക് എല്ലാം വരുന്നത് കൊണ്ട് യൂട്യൂബിൽ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ടാണ് അതൊന്ന് ആഡ് ചെയ്യാണ്ടിരുന്നത്. ലഹരി ഉപയോഗം നമ്മുടെ കുടുംബത്തിലെ സമൂഹത്തിന് ഏതെല്ലാം രീതിയിൽ പിന്നെ നഷ്ടങ്ങൾ സംഭവിക്കുന്നുള്ളതിനുള്ള വലിയൊരു മെസ്സേജ് തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ നാടകം. ചില ഭാഗങ്ങളൊക്കെ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേസമയം ഉറക്കെ ചിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻസർ വാർഡ് 2 മാസം ഞങ്ങളുടെ വീടിൻ്റെ വരാന്തൊക്കെ ചേർത്ത് പിടിക്കാൻ നിങ്ങളുണ്ടാവണം. പ്രതീക്ഷ പോലുള്ള സംഘടനകളും ഉണ്ടാകും. 4 മണിക്കാണ് കേട്ടോ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 6:30 ആയപ്പോൾ പരിപാടി കഴിഞ്ഞ് പിന്നെ നമ്മളവിടുന്ന് നമസ്കാരമെല്ലാം കഴിഞ്ഞാലാണ് തിരിച്ചു പോകുന്നത്. അവസാനത്തേക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ അല്ല എല്ലാ പ്രാവശ്യവും എല്ലാവരും ഒരുമിച്ച് എടുക്കലുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊന്നും നടന്നില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എഡിറ്റിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ, ക്ഷമിക്കണേ. തിരക്ക് പിടിച്ച് ചെയ്തതായതുകൊണ്ടാണ്. അടുത്ത പ്രാവശ്യം അതെല്ലാം റെഡിയാക്കാം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ മുമ്പോട്ടേക്കുള്ള ട്രീറ്റ്മെൻറ്റിന് സഹായമാവും.
അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.